BJP പ്രവേശന അഭ്യൂഹം തള്ളി തൃശൂർ മേയർ MK വർഗീസ്. സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്യും. സുരേഷ് ഗോപിയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നും അതാണ് വോട്ടായി മാറിയതെന്നും MK വർഗീസ് പറഞ്ഞു. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കാൻ കെൽപ്പുണ്ട്. എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം കണ്ടാൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും MK വർഗീസ് പറയുന്നു. എന്നും ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കും താനെന്നും MK വർഗീസ് ഉറപ്പിക്കുന്നു. ഞാൻ BJP അല്ലല്ലോ, ഞാൻ CPMൻ്റെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മേയറാണ്. LDFൻ്റെ കൂടെ തന്നെയാണ്. ഒരിക്കലും BJPയുമായി സഹകരിച്ച് എനിക്ക് പോകാൻ പറ്റുമോ? രണ്ടും ആദർശമാണ്. എൻ്റെ ആദർശം വേറെ, അദ്ദേഹത്തിൻ്റെ ആദർശം വേറെ. ജനങ്ങളുടെ വലിയ ഉയർന്ന ചിന്തയുള്ള അദ്ദേഹത്തിനുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അതിൻ്റെ കൂടെ ഞാൻ നിൽക്കണ്ടേ? ഞാൻ തൃശ്ശൂരിൻ്റെ മേയറായിരിക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി ആര് എന്തൊക്കെ ചെയ്താലും ഞാനതിൻ്റെ കൂടെ നിൽക്കണ്ടേ? അതല്ലേ ശരി. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ വലിയ വലിയ പദ്ധതികളുമായി അദ്ദേഹം തൃശ്ശൂരിലേക്കും കേരളത്തിലേക്കും വരേണ്ടത് ആവശ്യമാണ്. എവിടെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകും. ജെയ്സൺ ചാവോളപ്പിൽ നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ് തത്സമയം. ഗുഡ് മോർണിംഗ് ജെയ്സൺ ചാവോളപ്പിൽ. എവിടെയൊക്കെയോ തെറ്റിദ്ധാരണ ആരൊക്കെയോ പടർത്തുന്നു എന്നൊക്കെയാണ് മേയർ ഇപ്പോൾ വിശദീകരിക്കുന്നത്. പക്ഷേ മേയറും സുരേഷ് ഗോപിയും തമ്മിലുള്ള അടുപ്പം അത് ഒരു വേദിയിൽ തന്നെ പ്രത്യക്ഷമായി നമ്മൾ കണ്ടതാണ്. അത് BJPയിലേക്ക് വരുന്നു എന്നുള്ളതായി കാണേണ്ടതില്ല എന്നല്ലേ മേയർ ഇപ്പോൾ വിശദീകരിക്കുന്നത്? സുജിയ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി നൽകുന്നുണ്ട് മേയർ. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും പുതിയ വിവാദങ്ങൾക്കും വ്യക്തമായ മറുപടി അദ്ദേഹം നൽകുന്നു. താൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുമായി ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നിരവധി പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് തൃശ്ശൂരിൽ നടപ്പാക്കാൻ താൻ അയാൾക്കൊപ്പം ഉണ്ടാകും, സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ CPIയുടെ എതിർപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന അത്തരമൊരു എതിർപ്പ് CPM തന്നോട് പറഞ്ഞിട്ടില്ല. CPM ആണ് തന്നെ മേയറാക്കിയത്. അത്തരത്തിലൊരു എതിർപ്പുണ്ടെങ്കിൽ അത് ആദ്യം തന്നോട് അവതരിപ്പിക്കേണ്ടത് CPM ആണ്. പക്ഷേ അത്തരമൊരു എതിർപ്പ് പറഞ്ഞിട്ടില്ല. ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ആ തെറ്റിദ്ധാരണകൾ പരിഹരിക്കാൻ താൻ മുൻകൈയെടുക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപിയെ അദ്ദേഹം വീണ്ടും ഇന്ന് സുരേഷ് ഗോപിയെ പ്രശംസിക്കുന്നുണ്ട്. അദ്ദേഹം വിശാലമായ കാഴ്ചപ്പാടുകളുള്ള ആളാണ്. ജനങ്ങൾക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കാനിടയാക്കിയത്. വലിയ പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരോ ഒല്ലൂരോ BJPയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. അത്തരത്തിലൊരു ചിന്ത പോലും ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഭാവിയിൽ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ അത്തരമൊരു ചിന്ത ഇല്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, CPMഉം CPIയൊക്കെ നിസ്സഹായമായ അവസ്ഥയിൽ തന്നെയാണ്. MK വർഗീസ് എന്ന ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂരിൽ കോർപ്പറേഷൻ ഭരണം LDF എന്ന പേരിൽ മാത്രം നിൽക്കുന്നത്. ഈ LDFൻ്റെ പിന്തുണ MK വർഗീസിന് നഷ്ടപ്പെട്ടാൽ പോലും ഒരിക്കൽ പോലും MK വർഗീസിനെ ഈ 5 വർഷം പൂർത്തിയാകുന്നവരെ പുറത്താക്കാൻ കഴിയില്ല എന്ന വിചിത്രമായ ഒരു സാഹചര്യം തൃശ്ശൂർ കോർപ്പറേഷനിലുണ്ട്. അപ്പോൾ CPM എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി, ഇനി വരുന്ന ബാക്കിയുള്ള കാലം കൂടി MK വർഗീസിനെ കൂടെ നിർത്തി LDFൻ്റെ ഭരണം എന്ന നിലയിൽ മുന്നോട്ട് പോവുക എന്നതാണ്. അതിന് CPIയുടെ എതിർപ്പും CPM തള്ളുന്നുണ്ട്. അത്തരം ഒരു വാദങ്ങൾക്ക് ഇപ്പോൾ CPI പോലും ശക്തമായി രംഗത്ത് വരുന്നില്ല. ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട മുൻ മന്ത്രി VS സുനിൽകുമാർ അതിശക്തമായ ഭാഷയിൽ MK വർഗീസിനെ വിമർശിക്കുമ്പോഴും അത്രയൊന്നും കർശനമായ വാക്കുകൾ ഉപയോഗിക്കാതെ വളരെ മൃദു സമീപനമാണ് CPIയുടെ ജില്ലാ നേതൃത്വം എടുത്തതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ CPIയുടെ ജില്ലാ സെക്രട്ടറി KK വത്സരാജുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തത്. അവിടെ പറയുന്നതൊന്നും വലിയ കാര്യമായി എടുക്കേണ്ട എന്ന പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. അതിനർത്ഥം ശരി ജെയ്സൺ, എന്നും ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് മേയർ MK വർഗീസ് പറയുന്നുണ്ട്. തൽക്കാലം CPIഎമ്മും കൂടുതൽ കടുപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് എന്ന് അറിയുന്നു. CPIയുടെയൊക്കെ വിമർശനവും ഒക്കെ തള്ളുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാൻ നമുക്കും കാത്തിരിക്കാം. തൃശ്ശൂരിലേക്ക് നോക്കിയിരിക്കാം.